ബുദ്ധിമുട്ടാകണം. എന്നിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം നിങ്ങൾ കാണിക്കണം. ഞാനും ഒന്ന് നോക്കട്ടെ നിങ്ങൾക്കെതിരെ എനിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. മേഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലേ. വിഷ്ണുട്ടാ, നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളാ. വിഷ്ണുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പൂട്ടാനുള്ള തൻ്റെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നെ ലോക്കപ്പിൽ കയറ്റാന്നുള്ള തൻ്റെ കൊതി, അതൊരുമാതിരി പട്ടിയുടെ വായിലിരിക്കുന്ന ഇറച്ചി കഷ്ണം നോക്കി പൂച്ചയുടെ ഇരിപ്പോലെ. ഇറച്ചി കഷ്ണം ഒട്ട് കിട്ടൂല, പട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടം പണി കിട്ടുകയും ചെയ്യും. ഇനി മേല എൻ്റെ വീടിനകത്ത് കയറി എൻ്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും നീ വേദനിപ്പിച്ചു എന്നറിഞ്ഞ നിന്റെ ഈ സ്ഥാനമാനങ്ങൾ, ഈ തൊപ്പിയുടെ മഹത്വമൊക്കെ ഞാനങ്ങ് മറക്കും. ഭീഷണിയാന്നോടാ? അത് തനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. കാരണം ഞാനിപ്പോൾ തീർത്ത നിരപരാധിയാ. പിന്നെ ആ മോഷണ കേസ്, അതിനൊരു തെളിവുമില്ല. ഇനി അതേറ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്ന അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എങ്കിൽ ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും. നീ പറഞ്ഞല്ലോ ആ മോഷണ കേസിനെതിരെ ഒരു തെളിവില്ലെന്ന്. അതിപ്പോ മോഷണ കേസല്ല, പകരം നടന്നിരിക്കുന്നതേ ഒരു ആത്മഹത്യാ ശ്രമമാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നീ കാരണമേ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കാര്യങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ ഊഹിക്കാമല്ലോ. മേഡം, ആ പെൺകുട്ടി മരണപ്പെട്ടാൽ അത് പിന്നെ ഏത് വഴിക്കൊക്കെ പോകുന്നുവെന്ന് അത് കൊണ്ടുപോകുന്നവരൊക്കെ അറിയാൻ പറ്റും. ഈ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി ഇടപെടാനും പറ്റില്ലല്ലോ. അതാ. പിന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം ഒരിക്കൽ മുടങ്ങിയത് മേഡം കാരണമാണെന്ന് ആരൊക്കെയോ പറയുന്നേം കേട്ടു. ഈ വിവാഹം നടത്തരുത്. ഇതിപ്പോ രണ്ടാമതൊരു കല്യാണം ഓർപ്പിച്ചു വന്നപ്പോ അതിങ്ങനെയായി. ചൊവ്വാദോഷമുള്ള കുട്ടിയല്ലേ, അതിന്റെ ഒരു വിഷമോ കാണും. എന്തായാലും അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഈ ദോഷം വരുന്നതേ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആ കേസൊന്നും എന്റെ കയ്യിലോട്ട് കെട്ടിക്കോട്ടടാ. ആ പെണ്ണിനെ ഹോസ്പിറ്റലിട്ട് കൊന്നിട്ടാലും നിന്നെ ഞാൻ പൂട്ടും.